ഓക്കെ ഗൈസ്, സോ സാംസങ്ങിൻ്റെ A73 5G അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ടും ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതും സാംസങ്ങിൻ്റെ A73 തന്നെയാണ്. ഓഡിയോയും ഇത് ഞാൻ കേൾക്കാൻ പോകുന്നത്. സോ ടോട്ടലി ഇതിൻ്റെ ക്യാമറ വെർത്താണോ ഇല്ലയോ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഡൈനാമിക് റേഞ്ച് വളരെ നല്ല രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 fps ഇപ്പോൾ എൻ്റെ ബാക്കിൽ സൺലൈറ്റ് ഒന്നുമില്ല, എൻ്റെ ഫേസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ പുറകിൽ സൺലൈറ്റ് വരുന്ന സമയത്ത് എൻ്റെ ഫേസ് കാണരുത് ഡൈനാമിക് റേഞ്ച് മോശമാണെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡൈനാമിക് റേഞ്ച് നല്ലതാണ്. സോ A73 5Gയുടെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുതരാം. ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ആൻഡ് ബാക്കിൽ 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും അതേപോലെ 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും ഇത്രയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് 1080p 60 fps ആണ്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 4K 30 fps എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 30 fps. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം മനസ്സിലാവുമോ എന്നറിയില്ല. എന്തായാലും ഈ വീഡിയോ ടോട്ടലി ഞാൻ ചെയ്യാൻ പോകുന്നത് 4K 60 fps ഞാൻ ഫൈനൽ റെൻഡർ ചെയ്യുന്നത്. മാക്സിമം നല്ലൊരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങളും യൂട്യൂബിൽ 4K 60 fps കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും 4K ഫൂട്ടേജ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിലൂടെ. ഓക്കെ, സോ വീഡിയോയിൽ നമുക്ക് 4 ഫോർമാറ്റ്സിലാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 30 fps. സോ 4K 30 fps കൂടാതെ നിങ്ങൾക്ക് 1080p 60 fps, 1080p 30 fps, അതേപോലെ HD അഥവാ 720p 30 fps ഇത്രയും രീതിക്കാണ് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സോ 4K 30 fps ഫൂട്ടേജ് ഏകദേശം ഇത്തരത്തിലായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയും ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഫൂട്ടേജിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ റെസൊല്യൂഷൻ 1080p 60 fps ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ 1080p 60 fps കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എന്തായാലും ഞാനിപ്പോൾ നടന്നുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ്. സോ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് എത്ര നല്ല രീതിക്കാണ് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്, സ്കൈസ് എത്ര നല്ല രീതിക്കാണ് ക്യാപ്ചർ ചെയ്യുന്നത്, ആൻഡ് കളർ റീപ്രൊഡക്ഷൻ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫൂട്ടേജിലൂടെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. സോ 1080p 60 fps. ഓക്കെ, ഇനി നമ്മൾ 1080p 30 fps മാറ്റിയിരിക്കുന്നത്. സോ 1080p 30 fps നിങ്ങൾ വീഡിയോ നോക്കുകയാണെങ്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത് സ്മൂത്ത്നെസ് ലേശം കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, 30 fps എന്നുള്ളതുകൊണ്ട്. എന്നാൽ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ, കളർ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഡൈനാമിക് റേഞ്ച് ആയിക്കോട്ടെ, ഇതിലൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. നോക്കി എന്ത് രസമായിട്ടുള്ളൊരു കളർ റീപ്രൊഡക്ഷൻ വന്നിരിക്കുന്നതെന്ന്. സോ ടോട്ടലി അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. സോ 1080p 30 fps. ഫൈനലി 720p 30 fps തന്നെ ഒരു സ്പേസ് സേവിങ് വീഡിയോ എന്നാണ് പറയുന്നത്. അതായത് കുറച്ചുകൂടി സ്പേസ് കുറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ വീഡിയോ ക്വാളിറ്റിയിൽ റെസൊല്യൂഷൻ കുറയുന്നു എന്നല്ലാതെ മറ്റ് കാര്യങ്ങളിൽ ഇപ്പോൾ ഡൈനാമിക് റേഞ്ച്, കളർ റീപ്രൊഡക്ഷൻ ഇതിലൊന്നും യാതൊരു വ്യത്യാസവും കാണാനായിട്ട് പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ ഗുഡ് ക്യാമറ. സോ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസാണ് എടുക്കാൻ പറ്റുന്നത്. പ്രൈമറി ക്യാമറയിൽ കളേഴ്സ് നല്ല രീതിയിൽ, നല്ല പഞ്ചി എന്ന് പറയാൻ പറ്റില്ല, അത് ഓവറായിട്ട് പഞ്ചി എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര ഡള്ളെന്നും പറയാൻ പറ്റില്ല. വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുള്ള ഒരു കളേഴ്സ് വരുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് കിഡുവാണ്. അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പ്രീമിയം ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീൽ ഡെഫിനറ്റ്ലി ഈ ഒരു ക്യാമറയിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്താൽ വരും. ആൻഡ് പോർട്രേറ്റ് മോഡ്സ് പറയാതിരിക്കാൻ വയ്യ, പക്കയാണ് പോർട്രേറ്റ് മോഡ്സ്. എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആ ഒരു സീനും ആ ഒരു കളർ റീപ്രൊഡക്ഷൻ പ്ലസ് ആ ഒരു സെപ്പറേഷൻ ഇതെല്ലാം കിടുവായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ പറ്റുന്ന പോലെ വരുന്നുണ്ട്. ഇനി മാക്രോ ക്യാമറയും 5 മെഗാ പിക്സലിലെ ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്ത ഒരു മാക്രോ ക്യാമറ തന്നെയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് മാക്രോ ഫോട്ടോസിൽ പോലും. ഇനി അതേപോലെ ഇതിനകത്ത് പോർട്രേറ്റ് ബൊക്കെ ക്യാമറ ഉണ്ട് 5 മെഗാ പിക്സലിൻ്റെ. അത് കാരണമാണ് നമുക്ക് നല്ലൊരു ബൊക്കെ ഫോട്ടോസ് വരുന്നത്. പ്ലസ് ഇതിനകത്ത് 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. അൾട്രാ വൈഡ് ക്യാമറയും ഒപ്പത്തിനൊപ്പം എന്താ പറയുക, പ്രൈമറി ക്യാമറയുടെ ഒപ്പത്തിനൊപ്പമുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് വരുന്നത്. ആകെയുള്ളൊരു പ്രശ്നം ഡൈനാമിക് റേഞ്ച്, ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പ്രൈമറി ക്യാമറ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ലാർജർ സെൻസർ ആണ് എന്നുള്ളതുകൊണ്ട്. ബട്ട് സ്റ്റിൽ അല്ലാത്ത പക്ഷം ഡേ ലൈറ്റിലൊക്കെ കിടുവായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ നൈറ്റ് ടൈമിൽ അൾട്രാ വൈഡ് ക്യാമറയുടെ പെർഫോമൻസ് അത്ര നല്ലതല്ലെങ്കിൽ പോലും നമ്മുടെ പ്രൈമറി ക്യാമറയുടെ പെർഫോമൻസ് എക്സെപ്ഷണൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾ ഒരു ക്യാമറ ഫോൺ തപ്പി നടക്കുവാണ്, ഒരു റിലയബിൾ ആയിട്ടുള്ള ക്യാമറ, എനിക്ക് വ്ളോഗിംഗ് ഒക്കെ എടുക്കണം, ക്യാമറയിൽ യാതൊരു കോംപ്രമൈസും വരുത്താനായിട്ട് പറ്റില്ല
A73 is a good to go. സോ ഇതായിരുന്നു നമ്മുടെ സാംസങ് ഗാലക്സി A73യുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.